സൗദിയിൽ ജിദ്ദ ബലദിലുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദിന് താഴെ നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തിയതിൽ ചിലതിന് 1200ഓളം വർഷം പഴക്കമുണ്ടെന്ന് പുരാവസ്തു വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന നിരവധി പുരാതന നിർമ്മിതികളും വാസ്തുവിദ്യാ ശകലങ്ങളും ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തിയതായും ജിദ്ദ ഹിസ്റ്റോറിയൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അറിയിച്ചു. അടുത്ത കാലം വരെ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്ന പള്ളിയാണ് ജിദ്ദയിൽ ബലദിലുള്ള 3ാം ഖലീഫയുടെ പേരിൽ അറിയപ്പെടുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ്. ഈ പള്ളിയുടെ താഴ്ഭാഗം കുഴിച്ചെടുത്ത് പുരാവസ്തു സംഘം പര്യവേക്ഷണം ആരംഭിച്ചത് 2020 ജനുവരിയിലാണ്. പള്ളിയുടെ ചരിത്രപരമായ വാസ്തുവിദ്യാ രീതികൾ മനസ്സിലാക്കാനും നൂറുകണക്കിന് പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്താനും ഇതിലൂടെ സാധിച്ചു. അതിൽ ചിലതിന് 1200 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തൽ. പല കാലങ്ങളിലായി പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും കണ്ടെത്തി. മുൻകാലങ്ങളിലെ നിർമ്മാണ ഘട്ടങ്ങളിലെല്ലാം അതാത് കാലത്ത് ജിദ്ദയിൽ അറിയപ്പെട്ടിരുന്ന പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലി ഉപയോഗിച്ചിരുന്നതായും ഗവേഷകർ വ്യക്തമാക്കുന്നു. ഒരു തുറന്ന മുറ്റവും പ്രാർത്ഥനാ ഹാളും ഉൾപ്പെടുന്നതായിരുന്നു പള്ളിയുടെ ഘടന. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നിലവിലെ രൂപത്തിൽ അവസാനമായി പള്ളി പുനരുദ്ധരിച്ചത്. എന്നാൽ പള്ളിയുടെ മിഹ്റാബും വിസ്തീർണവും 1000 വർഷത്തിലധികം മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. കളിമൺ ടൈലുകൾ, പ്ലാസ്റ്റർ, പരമ്പരാഗത ടൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത ഉയരങ്ങളിലായി പള്ളിയുടെ നിലം പുനരുദ്ധരിച്ചിരുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഏകദേശം 400 വർഷത്തോളം ഓരോ പുനരുദ്ധാരണ പ്രവർത്തനത്തിലും ഈ ടൈലുകൾ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരുന്നതായും ഗവേഷകർ കണ്ടെത്തി. പള്ളിക്കടിയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ ജലസംഭരണിയാണ്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തൽ. അക്കാലത്ത് നഗരത്തിലെ ജലവിതരണത്തിലെ പരിമിതികൾ കാരണം വെള്ളം സംഭരിച്ചു വെക്കാനായി ഇത്തരം ടാങ്കുകൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഹിജ്റ 3ാം നൂറ്റാണ്ട് മുതലുള്ള നിരവധി കളിമൺ പാത്രങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഹിജ്റ 26ാം വർഷത്തിൽ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ജിദ്ദയിലെത്തിയിരുന്നു. ജിദ്ദയിലെ ബലദിലെത്തിയ ഖലീഫ ഈ പള്ളിയോട് ചേർന്നുള്ള കടലിൽ നിന്ന് കുളിച്ചു. പിന്നീട് ഇവിടെ വെച്ച് നമസ്കരിച്ചു. ഖലീഫ നമസ്കരിച്ച സ്ഥലത്ത് നഗരവാസികൾ പണിത പള്ളിയാണിത്. അങ്ങനെയാണ് ഈ പള്ളി 3ാം ഖലീഫയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് മക്കയിലേക്ക് വരുന്ന തീർത്ഥാടകർ ഇവിടെ വന്ന് നമസ്കാരം നിർവഹിച്ചു പോന്നുവെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ജിദ്ദയിലെ 4 പുരാവസ്തു സൈറ്റുകളിൽ നിന്നായി 25,000ഓളം പുരാവസ്തുക്കളാണ് ഗവേഷക സംഘം ഇതുവരെ കണ്ടെത്തിയത്. പര്യവേക്ഷണത്തിന്റെ ആദ്യഘട്ട പ്രഖ്യാപനത്തിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദിന് താഴെ നിന്നും കണ്ടെത്തിയവയുടെ വിശദാംശങ്ങളും പുറത്തുവിട്ടത്. സൗദി വിഷൻ 2030 അനുസൃതമായി ദേശീയ പുരാവസ്തുക്കളും പുരാവസ്തു സൈറ്റുകളും സംരക്ഷിക്കുകയും സമ്പന്നമായ രാജ്യത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുകയുമാണ് ഈ ഗവേഷണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുവഴി ചരിത്രപ്രസിദ്ധമായ ജിദ്ദയെ ഒരു സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്താനാണ് പദ്ധതി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.